മക്കളുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തൊക്കെയാണ്? ഒരു രണ്ട് ട്രയാങ്കിൾസിൻ്റെ എന്താണ് ദാ രണ്ട് ട്രയാങ്കിൾസ് തന്നു കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് എക്സ് വൈ ഇസഡ്. അതേപോലെ മറ്റേ ട്രയാങ്കിളിനും അതുപോലെ ആംഗിൾസ് ഉണ്ടെന്ന് വിചാരിച്ചോ. എക്സ് വൈ ഇസഡ് അതേപോലെ ആംഗിൾസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും തമ്മിൽ സെയിം റേഷ്യോ ആയിരിക്കും. ഇത് എയും ഇത് ബിയും ആണെന്ന് വിചാരിച്ചോ. നമുക്ക് എഴുതാം A:B എന്ന് എഴുതാം. വൈയുടെ ഓപ്പോസിറ്റ് ഈ സൈഡ് ബി ആണെന്ന് വിചാരിച്ചു, അല്ല ഈ ഒരു സൈഡ് സി ആണെന്ന് വിചാരിച്ചോ. വൈയുടെ ഓപ്പോസിറ്റ് ഇതും ഡി ആണെന്ന് വിചാരിച്ചോ. അങ്ങനെ വൈയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സിയും ഈ വൈയുടെ ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത് ഡിയും തമ്മിൽ സെയിം റേഷ്യോ എന്ന് എഴുതാം. അതേ റേഷ്യോ തന്നെയാണ് ഇവിടെ ഇസഡിന് ഓപ്പോസിറ്റ് ഇയും അവിടെ ഇസഡിന് ഓപ്പോസിറ്റ് എഫും ആണെന്ന് വിചാരിച്ചോ. നമുക്ക് പറയാം ഇസഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഇയും ഇവിടെ ഇസഡിന് ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത് എഫും തമ്മിലും സെയിം റേഷ്യോ ആണെന്ന് എഴുതാം. ഇവരെല്ലാം ഒരേ റേഷ്യോ ആണ്. എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന എയും എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ബിയും തമ്മിൽ എന്താണോ ബന്ധം അതേ ബന്ധമാണ് വൈയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സിയും വൈയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഡിയും തമ്മിലുള്ള ബന്ധം. അതേ ബന്ധം എന്ന് കാണിക്കാനാണ് ഈക്വൽ ടു ഇട്ടേക്കുന്നത്. ഇസഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇയും ഇസഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന എഫും തമ്മിലുള്ള ബന്ധമെടാ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവിഷൻ അടിച്ചെന്നേ ഉള്ളൂ. ഒന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഒന്നുമില്ലല്ലോ, അത് മായിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതേ ഐഡിയ ഉള്ളൂ. ഈ ചാപ്റ്റർ ഫുള്ള് ഇത്രയേ ഉള്ളൂടാ. ഈ ചാപ്റ്റർ ഫുള്ള് നമ്മൾ സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. അത് വലിയൊരു കാര്യം കേട്ടോ. അത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്തിവിടെ പറഞ്ഞേക്കുന്നേ? ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ എന്തിനുണ്ട്? ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായത്? കിടക്കുന്ന 90 ഡിഗ്രി കണ്ടാൽ റൈറ്റ് ട്രയാങ്കിൾ. ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സ്ക്വയർ കോർണർ. സ്ക്വയർ കോർണർ എന്ന് പറയുമ്പോൾ ഇതില്ലാണ് മക്കളെ സ്ക്വയർ കോർണർ. അവിടെ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരച്ചിട്ടുണ്ട് ടു ദ ഹൈപ്പോട്ടന്യൂസിലോട്ട് വരച്ചു. ഹൈപ്പോട്ടന്യൂസ് ഇതല്ലേ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്, ശരിയല്ലേ? ആണ്. ഇവരെ രണ്ട് പീസാക്കി. രണ്ട് പീസായില്ലേ? ഒരു പീസ് ഇവൻ, ഒരു പീസ് ഇവൻ. അതിൻ്റെ നീളം തന്നിട്ടുണ്ട്. എത്ര? 2 പീസാക്കിയപ്പം ഇതിൻ്റെ നീളം 2, ഇതിൻ്റെ നീളം 3, ശരിയല്ലേ? ആണ്. ഇത്രയും നമുക്ക് മനസ്സിലായല്ലോ. ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. റൈറ്റ് ട്രയാങ്കിൾ സ്ക്വയർ കോർണർ ചെയ്യുന്ന താഴോട്ടൊരു കമ്പ് വരച്ചപ്പം ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. അത്രേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറയില്ല. ഇനി ഇവർ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പ്രൂവ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളങ്ങ് പേടിച്ചു പോകും. ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിളാണ്. എന്തോന്ന് കേട്ടോണേ. പ്രൂവ് ദാറ്റ് 2 സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ. ഇതാണ് മക്കളെ 2 സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ. ഈ ഒരു കമ്പ് വന്നപ്പം ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ആയില്ലേ, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ആയില്ലേ. ഈ റൈറ്റ് ട്രയാങ്കിൾ ഇത് 90 ഡിഗ്രി അല്ലേ, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ശരിയല്ലേ? ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഈ കോണും ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ 90 ഡിഗ്രി. റൈറ്റ് ട്രയാങ്കിളിലെ രണ്ടും ഇവർ തമ്മിൽ സെയിം ആംഗിൾസ് ആണെന്നാണ് പറയേണ്ടത്. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസും ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസും സെയിം ആണെന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്തോ ക്വസ്റ്റിനെ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസും ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒന്നുമില്ല പ്രൂവ് ചെയ്യാൻ. ഞാൻ ജസ്റ്റ് പേര് കൊടുക്കുവാണേ, ചുമ്മാ പേര് കൊടുക്കുവാണേ. എ ബി സി ഡി. ചുമ്മാ കിടന്നിട്ടാ പേരൊക്കെ കിടന്നിട്ട് ഒരു ഭംഗി കിടന്നിട്ട്. നമുക്ക് ഈ ട്രയാങ്കിളിനെ പറയാം. നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ 90 ഡിഗ്രി എന്നല്ലേ ഈ ട്രയാങ്കിളും വരുന്നത് 90 ഡിഗ്രി, ശരിയല്ലേ? അപ്പോൾ എനിക്ക് ഒരാളെ കിട്ടി. ഈ ട്രയാങ്കിളിന് 90 ഡിഗ്രി ഉണ്ട്, ഈ ട്രയാങ്കിളിന് 90 ഡിഗ്രി ഉണ്ട്. അതൊക്കെ. ഇനി ബാക്കി രണ്ടാമന്മാർ മക്കളിത് മൊത്തവും 90 ഡിഗ്രി അല്ലേ? ഇത് മൊത്തം 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി ആകുമ്പം ഇവൻ എക്സ് എന്ന് കൊടുത്താൽ മൊത്തം 90 അല്ലേ? മൊത്തം 90 അല്ലേ? അതിൻ്റെ അകത്ത് നിന്ന് 90ൽ നിന്ന് എക്സ് കൊടുത്താൽ ബാക്കി ഇനി എത്ര ഉള്ളത്? ഇവിടെ എന്ത് വരും? 90 മൈനസ് എക്സ് വരും, ശരിയല്ലേ? ഇത് 5 ആയിരുന്നെങ്കിൽ മൊത്തം 90 അല്ലേ? 5 ആയിരുന്നെങ്കിൽ ഇവിടെ 85, ഇവിടെ 10 ആയിരുന്നെങ്കിൽ ഇവിടെ 80, ഇവിടെ 40 ആയിരുന്നെങ്കിൽ ഇവിടെ 50. അതേ ഐഡിയ ഉള്ളൂ. ഇവിടെ എക്സ് ആകുമ്പം മൊത്തം 90ൽ നിന്ന് ഈ എക്സ് കുറയ്ക്കുന്നതാണ് ഇവിടെ വരുന്നത് എക്സ് ഡിഗ്രി, ശരിയല്ലേ? ആണ്. അത്രയും സെറ്റായി. അപ്പോൾ ഈ ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസായി 90യും എക്സും. ഈ ട്രയാങ്കിളിലും ആംഗിൾ സെറ്റായി 90യും 90 മൈനസ് എക്സ്. മക്കൾ ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, കുഞ്ഞൊരു കാര്യം. ഈ ട്രയാങ്കിളിൽ ഇത് 90 അല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര വരും? ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര വരും?
ഇവിടെ 90 ആകുമ്പം ഒരു ട്രയാങ്കിളിൻ്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 180 അതിൽ ഇവിടെ 90 കൊടുത്തില്ലേ, 90 കൊടുത്താൽ ഇനി ബാക്കി ഇത് രണ്ടും കൂടെ കൂട്ടിയ 90 അല്ലേ വരേണ്ടത്, ഇത് രണ്ടും കൂടെ കൂട്ടിയ 90 അല്ലേ വരേണ്ടത്. അതിലിവിടെ എക്സ് പോയി. അപ്പോൾ ഇവിടെ എന്ത് വരുവാടാ, ഈ ആംഗിൾ എന്ത് വരുവാടാ, ഇതും കൂട്ടിയ 90 ആണെങ്കിൽ ഇവിടെ എക്സ് കൊടുത്താൽ ഇത് പറഞ്ഞ പോലെ തന്നെ, ഇത് പറഞ്ഞ പോലെ തന്നെ ഇതും കൂടെ കൂട്ടി ടോട്ടൽ 90 ആണെങ്കിൽ ഇവിടെ എക്സ് കൊടുത്തു. ഇനി ബാക്കി എന്താ ഉള്ളത്, 90 മൈനസ് എക്സ് ഡിഗ്രി അല്ലേ, ശരിയല്ലേ, അല്ലേടാ. അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഇത് 90, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 90 വരേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് കൊടുത്താൽ ഇത് ബാക്കി 90 മൈനസ് എക്സ്. ഓക്കെ അല്ലേ. അതേപോലെ ഇവിടെ പറഞ്ഞ് ഇത് 90, ഇവിടെ 90 മൈനസ് എക്സ് ആകുമ്പം ഉറപ്പായിട്ടും ഇവിടെ എന്തേ വരൂ, 90 മൈനസ് എക്സ്. അപ്പം 90 ഉണ്ട്, 90 മൈനസ് എക്സ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ആംഗിൾ ഉറപ്പായിട്ട് സെയിം ആയിരിക്കും. അത് ആരെ ആവും, എക്സ് ഡിഗ്രി. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസും സെയിം ആണെന്ന് എഴുതിയില്ലേ, പ്രൂവ് ആയില്ലേ. ഞാൻ എഴുതാൻ പോവുകയാണേ. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ഡി ബി എയും മറ്റേ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ഡി ബി സിയും 90 ഡിഗ്രി ആണ്. ഓക്കെ അല്ലേ. അതേപോലെ ഈ ട്രയാങ്കിളിൻ്റെ എക്സ് ഡിഗ്രിയും ഈ ട്രയാങ്കിൾ എക്സ് ഡിഗ്രി ഉണ്ട്. അതെങ്ങനെ എഴുതുന്നത്, ബി ഡി എയും ആംഗിൾ ബി ഡി എയും ഈ ട്രയാങ്കിളിനാരാ ബി സി ഡി, ആംഗിൾ ബി സി ഡിയും എന്താണ്, എക്സ് ഡിഗ്രിയാണ്, സെയിം ആണ്. അതേപോലെ അടുത്തത് 90 മൈനസ് എക്സ്, ഇവിടെ 90 മൈനസ് എക്സ്. ഈ ട്രയാങ്കിളിൻ്റെ ഡി എ ബിയും ആംഗിൾ ഡി എ ബിയും ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ബി ഡി സിയും സെയിം ആണ്, 90 മൈനസ് എക്സ് ഡിഗ്രി. സെറ്റായോ ഒന്നുമില്ലടാ. ആദ്യം ഒരു ട്രയാങ്കിൾ വന്നായിരുന്നു, അതിൻ്റെ നടുക്കൂടെ മുറിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ട്രയാങ്കിൾ ഇത് 90 ഡിഗ്രി, ഈ ട്രയാങ്കിൾ ഇത് 90 ഡിഗ്രി. രണ്ട് ട്രയാങ്കിൾ ഫോം ആയില്ലേ, ഇതിൻ്റെ ആംഗിൾസ് സെയിം ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഞാൻ അപ്പോൾ എഴുതി ഇത് 90 വരും, ഇവിടെ 90 വരും. ഈ ട്രയാങ്കിളിൽ ഇവിടെ 90 കിട്ടി, ഇവിടെ 90 കിട്ടി. ഇനി ഈ ട്രയാങ്കിളിൽ ഇത് മൊത്തം 90 ആകുമ്പം ഇവിടെ എക്സ് കൊടുത്താൽ ഇവിടെ 90 മൈനസ് എക്സ് വരും. ഈ ട്രയാങ്കിളിന് എക്സ് വന്നു, ഈ ട്രയാങ്കിളിൽ 90 മൈനസ് എക്സ് വന്നു. ഇനി ഇത് പറയുമ്പം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഇവിടെ 90 കൊടുത്താൽ ഇനി ബാക്കി ഇതും കൂടെ കൂട്ടുമ്പോൾ 90 വരേണ്ടത്. ഇവിടെ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉള്ളത്, 90 മൈനസ് എക്സ്. പിന്നെ അതേ ലോജിക്ക് വെച്ച് ഇവിടെ എഴുതി എക്സ് ഡിഗ്രിന്ന്. അപ്പം ആംഗിൾസ് എല്ലാം സെയിം ആണെന്ന് എഴുതി വെച്ചു. ഈ ട്രയാങ്കിളിൽ വരുന്ന ആംഗിൾസ് തന്നെ എവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ടടാ, എഴുതി വെച്ചു. സെറ്റല്ലേ. ഇത്രയേ ഉള്ളൂടാ മക്കളുടെ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോണേ. എന്തിവിടെ പറഞ്ഞേക്കുന്നേ, ടേക്കിംഗ് ദ ഹൈറ്റ് ഓഫ് പെർപെൻഡിക്കുലർ ആസ് എച്ച്. അതായത് നമ്മൾ താണ്ടെ ആ ഒരു ഫിഗറില്ലേടാ, ആ ഒരു ഫിഗറിൻ്റെ അകത്ത് ആ ഒരു ഫിഗറിൻ്റെ ഈ പെർപെൻഡിക്കുലർ എച്ച് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ. എന്നിട്ട് നീ ഇങ്ങനെ പ്രൂവ് ചെയ്യണം. എന്താ പ്രൂവ് ചെയ്യേണ്ടത്, h/2 ഈസ് ഈക്വൽ ടു 3/h. ഈശ്വര, ഇതെന്താണ് സംഭവം, നിങ്ങൾ പെട്ടു. നിങ്ങൾ വിചാരിക്കുക ഇതെന്തൊരു സംഭവം, ഇതെന്താണ് ഇതെങ്ങനെ പ്രൂവ് ചെയ്യും, ട്രിക്കൊക്കെ ഉണ്ടാ, സിമ്പിളാടാ മക്കളെ. ശ്രദ്ധിച്ച് കേട്ടോണേ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് കണ്ടോണേ. ഒന്നുമില്ല, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഓക്കേടാ, നമ്മളപ്പോൾ എന്ത് ചെയ്യാൻ പോവുക, ഞാൻ ഫിഗർ ഒന്നുകൂടെ എടുത്തേട്ടാ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഫിഗർ ഒന്നുകൂടെ എടുത്തേ മകളെടാ. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണേടാ. നമ്മൾ ഇതാണ്ട് ഇവർ പറഞ്ഞേക്കുന്നത് ഈ പെർപെൻഡിക്കുലറിനെ എച്ച് എടുക്കാനാണ് പറയുന്നത്, ഈ പെർപെൻഡിക്കുലർ എച്ച് എടുക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് നീ എന്ത് പ്രൂവ് ചെയ്യണം, നീ എന്ത് കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, h/2 ഈസ് ഈക്വൽ ടു 3/h എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ അല്ലേ. ഇത്ര നമുക്ക് പ്രൂവ് ചെയ്യാവേ. ശ്രദ്ധിച്ച് കേട്ടോണേടാ, എങ്ങനെ പ്രൂവ് ചെയ്യുന്നതാണോണേ. എടാ, ഈ ട്രയാങ്കിളും ആംഗിൾസ് സെയിം അല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതാം, ഇവൻ്റെ ആംഗിൾസ് സെയിം ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സുകൾ തമ്മിൽ സെയിം റേഷ്യോ ആയിരിക്കും എന്ന് പറഞ്ഞു, ശരിയല്ലേ. അപ്പോൾ ഇതാ ആദ്യം ഈ ട്രയാങ്കിൾ പറയാവേ, ബി സി ഡി. ഈ ട്രയാങ്കിൾ എക്സ് ഡിഗ്രി ഉണ്ട്, ഈ ട്രയാങ്കിൾ എക്സ് ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിളിലെ എക്സിന് ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നേ, ഡി സി ആർക്ക് ഈക്വൽ, എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഡി സിയും ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത്, എ സിയും ഈക്വലാണ്, എന്തോ റേഷ്യോ ഉണ്ട്, ശരിയല്ലേ. അതേപോലെ ഡി സിയും എ സിയും തമ്മിൽ എന്തോ റേഷ്യോ ഉണ്ടല്ലോ, അതേപോലെയാണ് ഇവിടെ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത്, സി ബിയും ഇവിടെ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത്, സി ഡിയും തമ്മിലുള്ള റേഷ്യോ, ശരിയല്ലേ. അതേ റേഷ്യോ ആണ് ഇവിടെ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത്,
ആ ഡി ബിയും അവിടെ 90-6 ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത്? ആ സി ഡിയും തമ്മിലുള്ള റേഷ്യോ. ശരിയല്ലേ? നമ്മൾ പഠിച്ചതല്ലേ എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്നതും ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്നതും തമ്മിലുള്ള റേഷ്യോ പോലെയാണ് 90-6 ഓപ്പോസിറ്റ് കിടക്കുന്നത് 90-6 ഓപ്പോസിറ്റ് കിടക്കുന്ന റേഷ്യോ. അതേപോലെയാണ് ഇവിടെ 90യുടെ ഓപ്പോസിറ്റും ഇവിടെ 90യുടെ ഓപ്പോസിറ്റും കിടക്കുന്ന റേഷ്യോ. ശരിയല്ലേടാ മക്കളെ? ആണ്. നമ്മൾ പഠിച്ചായിരുന്നല്ലോടാ 1:2 നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. 3:5 നമുക്ക് എന്ത് എഴുതാം? 3/5 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ധൈര്യമായിട്ട് എഴുതിക്കൂടെ? ആണ്, എഴുതാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവുക? എഴുതാൻ പോവുകയാണേ. ശ്രദ്ധിച്ച് കേട്ടോണേ. ഞാൻ എഴുതാൻ പോവുക DC:AC DC/AC എന്ന് എഴുതി. പ്രശ്നമുണ്ടോടെ? ഇല്ല. മക്കളെ CB/CD എന്ന് എഴുതിക്കൂടെ? ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി, ഒന്നുമില്ല. DB/CD എന്ന് എഴുതി. പ്രശ്നമില്ലല്ലോ? ഇല്ല. DC-ക്ക് വില എന്തെങ്കിലും ഉണ്ടോ മക്കളെ? DC-ക്ക് വിലയുണ്ടോ? ആ DC-യുടെ വില എന്താ? DC-ക്ക് നിങ്ങൾ എച്ച് കൊടുക്കാനല്ലേ അവർ പറഞ്ഞത്? ഞാൻ എന്താ എച്ച് കൊടുത്ത്? മക്കളെ AC-ക്ക് വിലയുണ്ടോടാ? AC-ക്ക് AC-ക്ക് വിലയുണ്ട്. എന്തോ വില? 2. CB-ക്ക് വിലയുണ്ടോടാ മക്കളെ? CB-ക്ക് വില? CB ഇതാ കിടക്കുന്ന വില 3. ക്വസ്റ്റിന് തന്നില്ലേ, നമ്മൾ കണ്ടുപിടിച്ചൊന്നുമില്ലല്ലോ. CD-ക്ക് വിലയുണ്ടോ? CD-ക്ക് വില അതാ കിടക്കുന്ന H. DB-ക്ക് വിലയുണ്ടോ? DB-ക്ക് വിലയൊന്നുമില്ല, അപ്പോൾ DB അങ്ങനെ കിടന്നോട്ട്. CD-ക്ക് വിലയുണ്ടോ? ഇതാ കിടക്കുന്ന H. ഓക്കെ അല്ലേ മക്കളെ? ഇവർ 3 പേരും ഈക്വൽ ആണെങ്കിൽ ഇവനും ഈക്വൽ അല്ലേ? ഇവനും ഈക്വൽ അല്ലേ? ഇവർ 3 പേരും ഈക്വൽ ആകുമ്പം ഇവർ 2 പേരും ഈക്വൽ അല്ലേ? അപ്പോൾ ഞാൻ എന്താ നൈസിന് എഴുതി H/2 ഈസ് ഈക്വൽ ടു 3/H എന്ന് എഴുതി. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ഇതാ പ്രൂവ് ചെയ്ത് കാണിച്ചു. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഇതൊക്കെ ഉള്ളടാ മക്കളെ. ഈ ചാപ്റ്റർ ഫുള്ളും 2 ട്രയാങ്കിൾ അതിൻ്റെ അകത്ത് നിങ്ങൾ കാണാതെ ഒളിച്ച് വെച്ചേക്കും. ട്രയാങ്കിൾ കണ്ടാണ്ട് അതായത് ഇതേപോലെ ട്രയാങ്കിൾ ഒളിപ്പിച്ച് വെച്ചേക്കും. നമ്മൾ ട്രയാങ്കിൾ കണ്ടുപിടിക്കുക, 2 ട്രയാങ്കിൾ ഉണ്ടെന്ന് സെറ്റാക്കുക, അതിൻ്റെ ആംഗിൾസ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യുക. സെയിം ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ആ സൈഡ്സുകൾ തമ്മിൽ സെയിം റേഷ്യോ ആയിരിക്കും. സെറ്റല്ലേ മകളെ? അടുത്ത ക്വസ്റ്റിൻ ഇതുപോലെ തന്നെടാ. എല്ലാ ക്വസ്റ്റിനും ഇതുപോലെ തന്നെ. എന്തോ പറഞ്ഞേക്കുന്നത്? അറ്റ് ദ 2 ends ഓഫ് ഹൊറിസോണ്ടൽ ലൈൻ. ഇച്ചിരി ഇംഗ്ലീഷ് വായിച്ചിട്ട് ഒന്നിച്ചിരി ജസ്റ്റ് അർത്ഥം മനസ്സിലാക്കിയാടാ. എന്തോ പറഞ്ഞേക്കുന്നത്? ദ ഹൊറിസോണ്ടൽ ലൈൻ, ഈ ലൈൻ ഹൊറിസോണ്ടൽ ലൈൻസിൻ്റെ ആംഗിൾസ് ഓഫ് ദ സെയിം സൈസ് ആർ ഡ്രോൺ ആൻഡ് 2 പോയിൻറ്റ്സ് ഓൺ ദീസ് ലൈൻ ആർ ജോയിൻ. അതായത് മക്കളെ ഈ ലൈനില്ലേ, ഈ ലൈൻ്റെ അകത്ത് ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഈ ലൈൻ റെഡ് ലൈൻ കൊണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഓക്കെ അല്ലേ? ആണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് അറിയോ? ഇവിടെ പറഞ്ഞേക്കുന്നത് നീ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പ്രൂവ് കേട്ടാ നീ പേടിക്കല്ലേ? നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് ബ്ലൂ ലൈന് ആൻഡ് സ്ലാൻഡർ ലൈൻ എന്ന് പറയുമ്പോൾ ചരിഞ്ഞതാ ഇത് റെഡ് ലൈൻ. അവർ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആർ കട്ട് ഈച്ച് അതർ ഇൻറ്റു പാർട്സ് ഇൻറ്റു സെയിം റേഷ്യോ അതായത് ഈ ബ്ലൂ ലൈനും റെഡ് ലൈനും തമ്മിൽ സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്തേക്കുന്നതാണ് പറയാനുള്ളത്. ബ്ലൂ ലൈൻ ഇതല്ലേടാ, റെഡ് ലൈൻ ഇതല്ലേടാ. ഇവന്മാർ തമ്മിൽ കട്ട് ചെയ്തേക്കുന്നത് സെയിം റേഷ്യോ. നമ്മുടെ മനസ്സിൽ റേഷ്യോ എന്ന് കേൾക്കുമ്പോഴേ വരും, ഇവന്മാരെ ആംഗിൾസ് സെയിം ആണെങ്കിൽ ഇവന്മാരെ സൈഡ്സ് തമ്മിലും സെയിം റേഷ്യോ ആണ് അല്ലേ? ഓക്കെ അല്ലേ? അത് കണ്ടുപിടിച്ചാൽ പോരെ? അത് കണ്ടുപിടിച്ചാൽ ഈ പരിപാടി ആയില്ലേടാ. ഈ ബ്ലൂ ലൈനും റെഡ് ലൈനും തമ്മിൽ സെയിം ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ പറഞ്ഞൂടെ സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്തേക്കുന്നത് പറഞ്ഞൂടെ? ആദ്യം പേര് കൊടുക്കുക അവിടെ. A, B, C, D, നടുക്കത്തെ പോയിന്റ് O എന്ന് കൊടുക്കാവേ. ഓക്കെ അല്ലേ? ആണ്. അതായത് AOയും OBയും ഏത് റേഷ്യോയിലാണോ കട്ട് ചെയ്തത് അതേ റേഷ്യോയിലാണ് DOയും OCയും കട്ട് ചെയ്തത് എന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ളത്, അവരെ കാണിച്ചു കൊടുക്കാനുള്ളത്. ഓക്കെ അല്ലേ? അതിലൂടെ പറഞ്ഞേക്കുന്നേ ഗ്രീൻ ലൈനെ മറന്നേക്ക്. ഓക്കെ. ആദ്യം നമ്മൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ട്രയാങ്കിൾസ് അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എവിടെ ഒളിപ്പിച്ചത്? ആയിരിക്കുന്ന ഒരു ട്രയാങ്കിൾ താണ്ടേ. ഈ 2 ട്രയാങ്കിളിലെ ആംഗിൾസ് സെയിം ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ അല്ലേ? ആംഗിൾസ് സെയിം ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. മകളടാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ആംഗിളും ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും സെയിം അല്ലേ? നമുക്കപ്പോൾ എഴുതാം ആംഗിൾ DAOയും ഈ ട്രയാങ്കിളിൻ്റെ OBCയും സെയിം ആണ്. ശരിയല്ലേ? ആണ്. അവർ പറഞ്ഞത്, അവരിങ്ങോട്ട് തന്നത് സെയിം ആണെന്ന്. ശരിയല്ലേ? ഇനി അടുത്തത് ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും സെയിം ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ്. ശരിയല്ലേ? ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ്. നമുക്ക് എഴുതാം DOAയും ആംഗിൾ BOCയും സെയിം ആണെന്ന് എഴുതാം.
ഉറപ്പായിട്ടും ഈ 2 ആംഗിൾസും സെയിം, ഈ 2 ആംഗിൾസും സെയിം. ഉറപ്പായിട്ടും ഈ ട്രയാങ്കിളിലെ മൂന്നാമത്തെ ആംഗിൾസും സെയിം ആയിരിക്കത്തില്ലടാ മക്കളെ. ദാ ഇവനും സെയിം എന്ന് നമ്മൾ പറഞ്ഞു. ദാ മൂന്നാമത്തെ ആംഗിൾ 3 ലൈൻ കൊടുക്കുകയാണ്. മൂന്നാമത്തെ ആംഗിൾസും സെയിം അല്ലേ? ഇവനും സെയിം അല്ലേ? ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും ഈ ആംഗിളും സെയിം അല്ലേ? ഞാൻ എഴുതാൻ പോവാ എ ഡി ഒയും ആംഗിൾ ഒ സി ബിയും സെയിം ആണടാ എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം ആംഗിൾസ് സെയിം ആണെങ്കിൽ അവന്മാരുടെ സൈഡ്സുകൾ തമ്മിൽ സെയിം റേഷ്യോ ആണെന്ന് നമുക്ക് പറയാം. എങ്ങനെ പറയാം? ഒന്നാമത്തെ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഡി ഒ ഈസ് ടു രണ്ടാമത്തെ ഈ ഒന്നാമത്തെ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഒ സി ശരിയല്ലേ? ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന എ ഡി ഈസ് ടു രണ്ടാമത്തെ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സി ബി ഈസ് ഈക്വൽ ടു മൂന്നാമത്തെ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന എ ഒ ഈസ് ടു മൂന്നാമത്തെ ആംഗിളിന് ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നേ? ഒ ബി. മക്കൾ ഇവിടെ എഴുതാൻ സ്ഥലം ഞാൻ ഒ ബി ഇങ്ങോട്ട് എഴുതുവാനേടാ. ഓക്കെ അല്ലേ? അപ്പം ഡി ഒ ഈസ് ടു ഒ സി എന്ന് കിട്ടി, എ ഡി ഈസ് ടു സി ബി എന്ന് കിട്ടി, എ ഒ ഈസ് ടു ഒ ബി എന്ന് കിട്ടി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിവിഷൻ എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? ഡി ഒ ബൈ ഒ സി ഈസ് ഈക്വൽ ടു എ ഡി ബൈ സി ബി ഈസ് ഈക്വൽ ടു എ ഒ ബൈ ഒ ബി. ഇവിടെ എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നേ? സൈഡ്സുകൾ തമ്മിൽ, അതായത് ഈ ബ്ലൂ ലൈനും റെഡ് ലൈനും. ബ്ലൂ ലൈൻ്റെ പേരെന്തുവാ? എ ഒയും ഒ ബിയും. എ ഒയും ഒ ബിയും എന്താ ഡി ഒയും ഒ സിയും തമ്മിൽ സെയിം റേഷ്യോ ആണെന്നല്ലേ എഴുതേണ്ടത്. അപ്പോൾ ഇവർ രണ്ട് വലിയ ആൾക്കാർ, നായകന്മാർ, ഇവന്മാർ തമ്മിൽ സെയിം ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്, സെയിം റേഷ്യോ ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളപ്പോൾ എഴുതും ഡി ഒ ബൈ ഒ സി ഈസ് ഈക്വൽ ടു എ ഒ ബൈ ഒ ബി എന്ന് എഴുതും. ഇവർ തമ്മിൽ സെയിം റേഷ്യോ ആണെന്ന് എഴുതും. ഡി ഒയും ഒ സിയും എന്ത് റേഷ്യോയിലാണോ അതേ റേഷ്യോയിലാണ് എ ഒയും ഒ ബിയും തമ്മിലെന്ന് എഴുതി വെച്ചു. അതിൽ അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു, എഴുതി വെച്ചു. സിമ്പിൾ അല്ലേ? ആംഗിൾസ് സെയിം ആണെന്ന് എഴുതുക, പിന്നെ സൈഡ്സുകൾ ഓട്ടോമാറ്റിക്കായിട്ട് സെയിം റേഷ്യോ ആയിരിക്കും. സെറ്റല്ലേ? ഇതേ ക്വസ്റ്റ്യനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതേ സെയിം ക്വസ്റ്റ്യനാണ് മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട്, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാണ്ട് എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകളിൽ എൻ്റെ നമ്പർ കിടപ്പുണ്ട്, വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചോദിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കാം കേട്ടോ. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ട് ഈ ചാപ്റ്റർ ഫുള്ളും ഇത്രയൊക്കെ പറയുന്നുള്ളൂ കേട്ടോ.